ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 15 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവിയുണ്ട്. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ നാം ആ വചനം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ? അതേ എങ്കിൽ നാം ദൈവത്തോട് അനുസരണമുള്ളവരും ദൈവം നമ്മിൽ സംതൃപ്തനുമാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കാതിരിക്കുകയും നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്താൽ നാം ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും അവൻ്റെ ശിക്ഷ അർഹിക്കുകയും ചെയ്യുന്നു. ദൈവവചനം കേട്ട് അനുസരണമുള്ളവനായി കണ്ടാൽ യേശുക്രിസ്തു പറയുന്നു, അവന് കേൾപ്പാൻ ചെവിയുണ്ട് എന്ന്. ദൈവവചന പ്രകാരം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. നിരപരാധിയും നിഷ്കളങ്കരമായ ജീവിതം നയിച്ചു. സർവ്വമാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് സ്വയം ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷ വചനം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവൻ ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരുന്നു. ഈ ശുഭസന്ദേശം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് കേൾപ്പാൻ ചെവിയുണ്ടെന്ന് തെളിയും. അങ്ങനെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.